ഹലോ നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്രഹരീസ് കെയർ. ഇന്ന് നമ്മൾ നമ്മുടെ മറ്റൊരു അയൽ രാജ്യമായ അഫ്ഗാനിസ്ഥാനെക്കുറിച്ച് സംസാരിക്കാം. അഫ്ഗാനിസ്ഥാൻ എന്ന് കേൾക്കുമ്പോഴേ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് താലിബാനെയാണ്, അല്ലേ? അപ്പോൾ അതൊക്കെ ഒരുപാട് ഡെവലപ്മെൻറ്റിലൂടെ മാറി മാറി വന്ന് റെവല്യൂഷൻസ് മാറി മാറി വന്ന് സംഭവിച്ച കാര്യങ്ങളാണ്. അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ് നെയ്ബറായ പാകിസ്ഥാനും തൊട്ടടുത്ത് കിടക്കുന്ന ഇന്ത്യയും രണ്ട് ഏറ്റവും നിർണായക ശക്തികളായിട്ട് നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. പാകിസ്ഥാനെ ഒരു നിർണായക ശക്തി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികം മാത്രമാണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് അഫ്ഗാനിസ്ഥാൻ്റെ ഒരു ചെറിയൊരു ബ്രീഫ് നമുക്ക് കിട്ടണം. അഫ്ഗാനിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം എങ്ങനെ, അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം എങ്ങനെ, ഇതാണ് നമ്മൾ മെയിനായിട്ട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എ ബ്രീഫ് ഹിസ്റ്ററി. Afghanistan's history is characterized by its location as a strategic crossroads, often called the graveyard of empires. അഫ്ഗാനിസ്ഥാനെ പണ്ടൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത് ഗ്രേവ്യാർഡ് ഓഫ് എംപയേഴ്സ് എന്നാണ്. ഓക്കെ, അതിൻ്റെ ഒരു പ്രത്യേകത കാരണം തന്നെ ഒരുപാട് എംപയേഴ്സ് വന്ന് ഉണ്ടായി നശിച്ചു പോയ സ്ഥലമാണത്. വിറ്റ്നസിങ് ഇൻവേഷൻസ് ഫ്രം പേർഷ്യൻ്റെ ഇൻവേഷൻ ഉണ്ടായി, അവിടെ അലക്സാണ്ടർ ദി ഗ്രേറ്റിൻ്റെ ആക്രമണം ഉണ്ടായി, മംഗോൾസ്, ചെങ്കിസ് ഖാൻ എന്ന് പറയുന്ന ആളുടെ മംഗോൾസ്, ദെൻ ബ്രിട്ടീഷ് ആൻഡ് സോവിയറ്റ് ആൻഡ് ക്വയറ്റ് റീസെൻ്റ്ലി യുണൈറ്റഡ് നേഷൻസ് ഓൾസോ, അപ്പോൾ ഇതിങ്ങനെ അവിടെ ഒരു വിവിധ തരം ശക്തികൾ വന്ന് ആക്രമിച്ച് കീഴടക്കി. എന്താണ് അതിൻ്റെ കാരണം? ശരിക്കും എനിക്കൊന്ന് സൗത്ത് ഏഷ്യയിലേക്കുള്ള ഒരു എൻട്രൻസ് ആയിട്ടാണ് അഫ്ഗാനിസ്ഥാൻ എല്ലാവരും കാണുന്നത്. അഫ്ഗാനിസ്ഥാൻ്റെ പഴയ പേരെന്താണെന്ന് ചോദിച്ചാൽ ഗാന്ധാര എന്നാണ്. ഗാന്ധാര ദേശം, നമ്മുടെ ഗാന്ധാരിയുടെയും ശകുനിയുടെയൊക്കെ സ്ഥലമാണത്. അപ്പോൾ തന്നെ നമുക്കറിയാം, ഹിന്ദു കമ്മ്യൂണിറ്റി അവിടെ ഉണ്ടായിട്ടുണ്ടായിരിക്കണം, ബുദ്ധിസം ഉണ്ടായിരിക്കണം. എന്നാൽ ഇന്നത് ഒരു ഇസ്ലാമിക് കൺട്രിയാണ്. റിപ്പബ്ലിക് ആണോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റത്തില്ല. സോ മോഡേൺ അഫ്ഗാനിസ്ഥാൻ ബിഗാൻ 1747 വിത്ത് ദി ഡുറാനി എംപയർ. ഡുറാനി എംപയറാണ് അവിടെ മെയിനായിട്ടൊരു മോഡേൺ അഫ്ഗാനിസ്ഥാനെ സ്ഥാപിച്ചെടുത്തതെന്ന് നമുക്ക് പറയാം. ബിക്കമിങ് ആൻ ഇൻഡിപെൻഡൻറ്റ് കിങ്ഡം ഇൻ 1919. 1919 ബ്രിട്ടീഷിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ സ്വാതന്ത്ര്യം നേടുന്നത്. ആക്ച്വലി ഇതിനെപ്പറ്റി പഠിച്ചപ്പോൾ എനിക്കൊരു ന്യൂസായിരുന്നു അത് കേട്ടോ. നമ്മൾ വിചാരിക്കുന്നത് ഈ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ വിഭജിച്ച് ഇന്ത്യയും പാകിസ്ഥാനും നമ്മളുടെ പാർട്ടീഷൻ നടന്നതിന് ശേഷം 14 ഓഗസ്റ്റ് 1947 പാകിസ്ഥാനും 15 ഓഗസ്റ്റ് 1947 ഇന്ത്യയും സ്വതന്ത്ര രാജ്യങ്ങളായി എന്നുള്ളതാണ്. ബട്ട് അതിനൊക്കെ എത്രയോ മുമ്പ് 1919 1919 3 വാർ നടത്തിയിരുന്നു ബ്രിട്ടീഷുകാരുമായിട്ട് അഫ്ഗാനിസ്ഥാൻ. മൂന്നാമത്തെ വാർ അവർ ജയിച്ച് അവർ സ്വതന്ത്ര രാജ്യമായതാണ് 1919. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ യുദ്ധം ജയിച്ച അന്ന് എത്രയോ മുമ്പ് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വതന്ത്രമായ ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. എന്നാൽ അവർ സ്വതന്ത്രമായോ? അവരുടെ കൾച്ചറൽ ഡിഫറൻസസ് വിത്ത് അതർ കൺട്രീസ്, എന്തൊക്കെയാണ് അവരുടെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ മോഡേൺ അഫ്ഗാനിസ്ഥാൻ ബിഗാൻ ഇൻ 1747 വിത്ത് ദി ഡുറാനി എംപയർ, ബിക്കമിങ് ആൻ ഇൻഡിപെൻഡൻറ്റ് കിങ്ഡം ഇൻ 1919. ഞാൻ പറഞ്ഞ പോലെ റീസെൻ്റ് ഹിസ്റ്ററി സ്റ്റാർട്ടിംഗ് ഫ്രം ദി 1978 എ കമ്മ്യൂണിസ്റ്റ് കോപ്പ് ആൻഡ് 1979 സോവിയറ്റ് ഇൻവേഷൻ ഹാസ് ബീൻ ഡിഫൈൻഡ് ബൈ ഡിക്കേഡ്സ് ഓഫ് വാർ. ഒരു വാർ ടോൺ കൺട്രിയായിരുന്നു, എന്നും വാർ. ഇന്നും ഹോളിവുഡിൽ നല്ല ലഭിച്ച് നോക്കിയാൽ അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന പോരാട്ടങ്ങളുടെ കഥകളൊക്കെ ആയിരിക്കും. ലീഡിങ് ടു ദി റൈസ് of the Taliban in 1996. Okay, 1996 താലിബാൻ റൈസായി. ദെൻ ഇൻ
2001 US-led intervention and the Taliban's return to power in 2021. 96 താലിബാൻ വന്നെങ്കിലും വീണ്ടും അത് അവരെ തകർത്തുകൊണ്ട് ഒരു അമേരിക്കൻ ഇൻവേഷൻ അവിടെ ഇൻ്റർവെൻഷൻ എന്ന് പറയാം വന്നവിടെ. ദെൻ അവർ വീണ്ടും താലിബാൻ തിരിച്ചു വന്നത് 2021. ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഓർമ്മ കാണും. എയർക്രാഫ്റ്റ്, അതായത് പ്ലെയിനിൻ്റെ ചിറകിലൊക്കെ ഇരുന്ന ആളുകൾ യാത്ര ചെയ്യാൻ ശ്രമിച്ച അതും അവരൊക്കെ താഴേക്ക് പോയി മരിച്ചു വീണതും, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ആളുകൾ പലായനം ചെയ്തത്, താലിബാനും വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ക്രൂരതകൾ താലിബാൻ്റെയൊക്കെ നമ്മൾ കണ്ട ഒരു സമയമായിരുന്നു അത്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് അമേരിക്ക അവരുടെ എല്ലാ ലാക്സ് ഓഫ് ഡോളേഴ്സിൻ്റെ ആയുധങ്ങളും വെപ്പണറി എല്ലാം അവിടെ ഇട്ടേച്ച് പോയി. അതൊന്നും ഉപയോഗിക്കാനും പോലും അറിയാത്ത കുറേ താലിബാൻ ഭ്രാന്തന്മാരായിരുന്നു ആ സമയത്ത് അവിടെ. പക്ഷേ ഇന്ന് അവർ അതൊക്കെ ഒരു അഡ്വാൻറ്റേജായി എടുത്ത് അതെല്ലാം പല കൺട്രികളിൽ, ഈവൻ ഇന്ത്യയിൽ നിന്നടക്കമുള്ള ആളുകളെ ട്രെയിനേഴ്സിനെ കൊണ്ടുവന്ന് പഠിച്ച് അതൊക്കെ യൂസ് ചെയ്യാൻ പഠിച്ച് ഇന്ന് അവർ ഒരു ചെറിയ ശക്തിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, താലിബാൻ വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ച ഒരു രാജ്യം ആരെന്ന് ചോദിച്ചാൽ അത് പാകിസ്ഥാനാണ്. ഓ, നമ്മുടെ മുല്ല ഉമറിൻ്റെ രാജ്യം വന്നു, ഇനി നമ്മുടെ സ്വന്തമായിരിക്കും, നമ്മൾ പറയുന്ന പോലെ ആയിരിക്കും അഫ്ഗാനിസ്ഥാൻ നടക്കുന്നതെന്നൊക്കെ അവർ കരുതി. പക്ഷേ അതിനെല്ലാം വിപരീതമായിട്ട് ഒരുപാട് ടെൻഷൻസ് ക്രിയേറ്റ് ആവുകയാണ് ചെയ്തത്. ഓക്കെ, പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ റിലേഷൻസ് ആർ ഹിസ്റ്റോറിക്കലി ടെൻസ്, മാർക്ക്ഡ് ബൈ ദി മ്യൂച്വൽ മിസ്ട്രസ്റ്റ്. പരസ്പരം വിശ്വാസമില്ലായ്മയിൽ നിന്ന് മാത്രം ഉടലെടുത്ത ഒരു കോൺഫ്ലിക്റ്റാണ് അവരുടെ. ബോർഡർ ഡിസ്പ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് ഡൂറൻഡ് ലൈൻ ആൻഡ് സെക്യൂരിറ്റി കൺസേൺസ്, പർട്ടിക്കുലർലി ഇൻ തെഹരിക്കെ താലിബാൻ പാകിസ്ഥാൻ, TTP, തെഹരിക്കെ താലിബാൻ പാകിസ്ഥാൻ, അവരുടെ ഹൃദയം കൊണ്ടത്. ഡൂറൻഡ് ലൈനെ പറ്റി നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ TTP എന്ന് പറഞ്ഞ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനാണെന്ന് അവർ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും അഫ്ഗാനിസ്ഥാൻ അത് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്കാണെങ്കിൽ പാകിസ്ഥാനോട് തീർത്താൽ തീരാത്ത പകയാണ്. അതിൻ്റെ റീസൺസ് എന്തുവെന്ന് ഇന്ന് വരെ ആരും അറിയത്തില്ല. പക്ഷേ അവരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു റിലീജിയസ് കാര്യങ്ങളും, പാകിസ്ഥാൻ ഒരു ഫേക്ക് കൺട്രിയാണെന്നുള്ള ധാരണയൊക്കെയാണ് അതിൻ്റെ മെയിൻ കാരണം. യുനോ, റീസെൻറ്റ് എസ്കലേഷൻസ് എന്ന് പറഞ്ഞാൽ എയർ സ്ട്രൈക്സ് ആൻഡ് ഫ്രാജിൽ സീസ് ഫയർസ് ഡിസ്പൈറ്റ് ഷെയർഡ് കൾച്ചർ. ഒരു ഷെയർഡ് കൾച്ചറാണ്, രണ്ടും ഒരുപോലുള്ള രാജ്യങ്ങളാണ്. എങ്കിൽ പോലും പാകിസ്ഥാൻസ് ലോങ് ഹിസ്റ്ററി ഓഫ് ഹോസ്റ്റിംഗ് റെഫ്യൂജീസ് ആൻഡ് പ്രൊവൈഡിങ് ഡെവലപ്മെൻറ്റ് എയ്ഡ്, അവർക്ക് ഒരു സഹായവും ചെയ്യാതെ ഒരുപാട് അഫ്ഗാനിസ്ഥാൻ്റെ താലിബാൻ്റെ സമയത്തും അതിന് മുമ്പെല്ലാം ഓടി വരുന്ന ഒരുപാട് റെഫ്യൂജീസ് ഉണ്ട്. അവരുടെ ഒന്നും വേണ്ട ഒരു നോക്കാതെയുള്ള കാര്യങ്ങളും എല്ലാം കൊണ്ടും ഈ TTP എന്ന് പറഞ്ഞാൽ തെഹരിക്കെ പാകിസ്ഥാൻ താലിബാൻ അവർ ഒരു ത്രെറ്റായിട്ട് നിലകൊള്ളുകയാണ്. പാകിസ്ഥാൻ 4 ഭാഗത്തു നിന്നും ത്രെറ്റാണ്. ബലൂചിസ്ഥാൻ്റെ പ്രശ്നം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. സോ പാകിസ്ഥാൻ്റെ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഹെഡ്ലെസ് കൺട്രി എന്നാണ്. മിലിറ്ററി ഓർഗനൈസേഷൻ അവരുടെ പോലെ നടക്കുന്നു, പൊളിറ്റീഷ്യൻസ് അവരുടെ കറക്റ്റ് മൂവായിട്ട് നടക്കുന്നു, അവിടുത്തെ ജനങ്ങളെ നോക്കാൻ ആരുമില്ല, അവരെ ആണെങ്കിൽ എന്തെങ്കിലും നുണ പറഞ്ഞ് വിശ്വസിപ്പിക്കാമെന്ന മദ്രസച്ചാപ്പ് ആളുകളാണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ആ ഒരു കൺട്രിയുടെ വിജയം, ഉന്നമനമില്ലാത്തതിന് കാരണം. പിന്നെ ഒരു അത്യധികം ഫണാറ്റിക്കായിട്ടുള്ള ഇസ്ലാമിക്സ് ആണെങ്കിലും ഇസ്ലാമിൻ്റെ തത്വങ്ങൾ പോലും അനുസരിക്കാതെ നടക്കുന്ന കുറേ ആളുകളും ഒക്കെയാണ് അവിടെ കണ്ടത്. പാകിസ്ഥാനിലുള്ള പോപ്പുലേഷനേക്കാളും കൂടുതൽ മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളാണെങ്കിലും ഹിന്ദുസ് ആണെങ്കിലും, ഹിന്ദു മെജോറിറ്റിയുള്ള ഒരു കൺട്രി ആണെങ്കിൽ പോലും വളരെയധികം ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കുന്ന മുസ്ലിങ്ങളാണ് നമ്മളിവിടെ കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു വേൾഡ് ലെവലിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ആത്മാഭിമാനമുള്ള മുസ്ലിങ്ങൾ താമസിക്കുന്ന ഇന്ത്യയിലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ദാറ്റ് ഈസ് ഡ്യൂ ടു അവർ മിക്സ്ഡ് കൾച്ചർ. ഓക്കെ, വി അപ്രിഷിയേറ്റ് ദം, ദേ അപ്രിഷിയേറ്റ് അസ്. പിന്നെ കുറേയൊക്കെ ഈ വർഗീയവാദികളും കാര്യങ്ങളൊക്കെ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും, അതെല്ലായിടത്തും ഉള്ളതാണ്. അതിന് കൂടുതൽ അങ്ങ് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ കരയുന്ന കാര്യമേ ഉള്ളൂ.
സോ ഞാൻ പറഞ്ഞല്ലോ, ഡ്യൂറൻഡ് ലൈൻ ഒരു ഭയങ്കര വിഷയമാണ്. ഡ്യൂറൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു പാകിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും ബോർഡറാണ് ഡ്യൂറൻഡ് ലൈൻ. ആക്ച്വലി പാകിസ്ഥാൻ്റെ ബോർഡർ ആയിരുന്നില്ല, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ബോർഡറായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് പാകിസ്ഥാനായിരുന്നു. അതായത് ഡ്യൂറൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ, ഡ്യൂറൻഡ് ലൈൻ ഈസ് എ 2600 കിലോമീറ്റർ ഇൻ്റർനാഷണൽ ലാൻഡ് ബോർഡർ സെപ്പറേറ്റിംഗ് അഫ്ഗാനിസ്ഥാൻ ആൻഡ് പാകിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനെയും പാകിസ്ഥാനെയും വേർപിരിക്കുന്ന ഒരു ലൈനാണ്, ഒരു ബോർഡറാണ്, ലാൻഡ് ബോർഡറാണ് ഡ്യൂറൻഡ് ലൈൻ. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1893 between British civil servant Sir Henry Mortimer Durrant and Afghan Amir Abdurrahman Khan. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് മെമ്മോറാണ്ടം സൈൻ ചെയ്ത് ഉണ്ടാക്കിയതൊരു ബോർഡർ, ഇൻ്റർനാഷണൽ ബോർഡർ ലൈനാണ് ദി ഡ്യൂറൻഡ് ലൈൻ. അതായത് ബ്രിട്ടീഷ് സിവിൽ സർവൻറ്റ് അദ്ദേഹത്തിൻ്റെ പേരിലാണ്, സർ ഹെൻറി മോർട്ടിമർ ഡ്യൂറൻഡ് എന്ന വ്യക്തിയുടെ പേരിലാണ് ഈ ലൈൻ അറിയപ്പെടുന്നത്. നമ്മൾ ഈ മാക്മോഹൻ ലൈനൊക്കെ നേരത്തെ പറഞ്ഞല്ലോ, അതുപോലുള്ള ഒരു ലൈനാണിത്. ഇതിലുള്ള പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ, അഫ്ഗാനിസ്ഥാനിൻ്റെ ഇന്നത്തെ മോഡേൺ അഫ്ഗാനിസ്ഥാൻ ഇതിനെ അംഗീകരിക്കുന്നേയില്ല. അന്ന് ആ രാജ്യത്തൊരു ആമീർ പറഞ്ഞുകൊണ്ട് അവർ സമ്മതിച്ചിരുന്നെങ്കിലും it serves as a often disputed border that divides ethnic Pashtun and Baloch population. ഇതിൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, പസ്തൂൺ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഈ മലയോരങ്ങളിൽ താമസിക്കുന്ന ഒരു ജനവിഭാഗമാണ് പസ്തൂൺ. അപ്പോൾ അവിടുത്തെ ആ ഹിൽ ഏരിയയിൽ താമസിക്കുന്നത്. അതുപോലെ ബലൂചിസ്ഥാൻ, വൺ ഓഫ് ദി ലാർജസ്റ്റ് പ്രോവിൻസ് ഓഫ് പാകിസ്ഥാൻ. ഈ ബലൂചിസ്ഥാൻ്റെയും പസ്തൂൺ ഏരിയയുടെയും അവരെ താമസിക്കുന്ന ആളുകളുടെ ഇടയിലൂടെയാണ് അപ്പുറത്തും ഇപ്പുറത്തും അവരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പസ്തൂൺ മേഖലയിലുള്ള പാകിസ്ഥാൻ മേഖലയിലുള്ള പസ്തൂൺ ഏരിയ അവരുടേതാണെന്ന് ഒരു ക്ലെയിം എന്നും അഫ്ഗാനിസ്ഥാൻ വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്യൂറൻഡ് ലൈനെ അഫ്ഗാനിസ്ഥാൻ അംഗീകരിക്കുന്നില്ല. പാകിസ്ഥാനാകട്ടെ അവിടെ ഫെൻസിങ് ഒക്കെ നടത്തി ഒരു പ്രത്യേക തരം ആ ഫെൻസിങ് നടത്തും, മറ്റവർ പൊളിക്കും, വെടിവെപ്പും ബഹളമാണെന്നും. കീ ഫാക്ട്സ് ഓഫ് ഡ്യൂറൻഡ് ലൈൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ക്രിയേറ്റഡ് ഇൻ 1893 ടു ഫിക്സ് സ്ഫിയേഴ്സ് ഓഫ് ഇൻഫ്ലുവൻസ് ബിറ്റ്വീൻ ബ്രിട്ടീഷ് ഇന്ത്യ ആൻഡ് ദി എമിറേറ്റ്സ് ഓഫ് അഫ്ഗാനിസ്ഥാൻ. പറഞ്ഞില്ലേ, ഇറ്റ് റൺസ് ഫ്രം ദി ഇറാൻ ബോർഡർ ടു ദി വെസ്റ്റ് ടു ചൈനീസ് ബോർഡർ ഇൻ ദി ഈസ്റ്റ്. ചൈനീസ് ബോർഡർ ഈസ്റ്റിൽ വരെയുള്ളതാണത്. എവിടുന്ന്? ഇറാനിൽ നിന്ന്. ഇറാൻ്റെ ബോർഡറിൽ നിന്ന് തുടങ്ങി ചൈനീസ് ബോർഡർ വരെയുള്ള അത് കാണാം. അത് നമുക്ക് ആ മാപ്പിൽ ആ റെഡ് മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയയാണിത്, ഈ ഡ്യൂറൻഡ് ലൈൻ. അതിൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങൾ നമ്മുടെ എന്താ പറയുന്നത് ഇന്ത്യയുടെ ഉണ്ട്. ഇന്ത്യ ഓൾസോ ക്ലെയിംസ് എ സ്മോൾ സെക്ഷൻ അപ്രോക്സിമേറ്റ്ലി 105 കിലോമീറ്റേഴ്സ് ഓഫ് ദി ബൗണ്ടറി ഇൻ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ. POKയിൽ ഉള്ള ആ സ്ഥലം ആക്ച്വലി ഇന്ത്യയുടെ ആണെന്ന് ഇന്ത്യയും ക്ലെയിം ചെയ്യുന്നുണ്ട്. എന്താല്ലേ, നമുക്ക് അവിടെ ഒരു ബോർഡർ ഉണ്ട്. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് പറഞ്ഞാൽ ഇറ്റ് വാസ് ഇൻറ്റൻറ്റഡ് ആസ് എ ബഫർ അഗൻസ്റ്റ് റഷ്യൻ എക്സ്പാനിസം ഡ്യൂറിങ് ദി ഗ്രേറ്റ് ഗെയിം. ഗ്രേറ്റ് ഗെയിം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു ലോകത്ത്. അത് റഷ്യയുടെയും ബ്രിട്ടീഷിൻ്റെയും ഒരു മത്സരമായിരുന്നു. റഷ്യൻസ് വരുന്നിടത്തൊക്കെ അതിന് മുമ്പായിട്ട് തന്നെ എത്തിയിട്ട് ബ്രിട്ടീഷ് റഷ്യൻസിന് തടയിടുന്നൊരു സംഭവമാണ്. അങ്ങനെ ഗ്രേറ്റ് ഗെയിം എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും സംസാരിക്കാം. ഓക്കെ. റഷ്യൻ എക്സ്പാൻഷനിസത്തിനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രേറ്റ് ഗെയിമൊക്കെ ഉണ്ടായത്. ജിയോപൊളിറ്റ് ദി ലൈൻ കട്ട്സ് ത്രൂ പാകിസ്ഥാൻ ട്രൈബൽ ഏരിയാസ് വൈൽ റെക്കഗ്നൈസ്ഡ് ഇൻ്റർനാഷണലി. Okay, it remains a major source of tension as Afghanistan historically does not accept it, considering it an imaginary line. ഇത് വെറും ഒരു ഡ്യൂറൻഡ് ലൈൻ, ഒരു ഇമാജിനറി ലൈനാണ്
എപ്പോഴും എത്നിക് ക്ലാഷസ് അവിടെ നടക്കുന്ന സ്ഥലമാണ്. ഇതൊക്കെ ഈ ഏരിയയൊക്കെ ആക്ച്വലി ബിലോങ്സ് ടു അഫ്ഗാനിസ്ഥാൻ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഏതായാലും അതിൻ്റെ ഒരു ചൂരും എല്ലാം പാകിസ്ഥാൻ ദിനം പ്രതി എന്ന രീതിയിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്നും കോൺഫ്ലിക്റ്റാണ്, പരസ്പരം വിശ്വാസമില്ലായ്മയാണ് അതിൻ്റേത്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇന്ത്യയുമായിട്ടുള്ള അവരുടെ ബന്ധങ്ങൾ, ഒരു പ്രാഗ്മാറ്റിസം ആണ് അവിടെ, ഒരു പ്രാക്ടിക്കലി നോൺ റിലേഷൻഷിപ്പാണ് ഇന്ത്യ കീപ്പ് ചെയ്യുന്നത്. വി ഡോണ്ട് അഗ്രി ടു ദിയർ പോളിസി, വി ഡോണ്ട് അഗ്രി ടു സിംബോളിക്കലി നമ്മൾ വി ആർ എ ഡെമോക്രാറ്റിക് കൺട്രി ആൻഡ് ദാറ്റ് ഈസ് ഫുൾ ശരിയ നടപ്പാക്കുന്നൊരു കൺട്രിയാണ്. പക്ഷേ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഒരു കൺസിഡറേഷനിലാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ആ റിലേഷൻസിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. താങ്ക് യു വെരി മച്ച്.